Hello all, welcome to News in 360 Degree by Civils360 IAS Academy. ഒന്ന് രണ്ട് ദിവസമായിട്ട് ന്യൂസിലുണ്ട്. ആന്ധ്രാപ്രദേശിലെ കണ്ണൂരിലെ വില്ലേജേഴ്സ് പ്രൊട്ടസ്റ്റ് ചെയ്യാണ്. അവിടുത്തെ റിസർവ് ഫോറസ്റ്റിൽ പ്രൊപ്പോസ്ഡ് ആയിട്ടുള്ള ഒരു യുറേനിയം എക്സ്പ്ലോറേഷൻ എഗൻസ്റ്റ്, അതായത് അത് അവരുടെ ഫോറസ്റ്റ് റൈറ്റ്സിനെ എല്ലാം എൻവയോൺമെന്റിനെ ഹാം ചെയ്യുന്നു. യുറേനിയം മൈൻ വന്നാല് അവരുടെ ലൈവ്ലിഹുഡ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്യപ്പെടും എന്നുള്ള ഭയം കൊണ്ടാണ് പ്രൊട്ടസ്റ്റ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പുതിയ റിസർവ്സ്, പൊട്ടൻഷ്യൽ റിസർവ്സ്, യുറേനിയം പോലത്തെ എലിമെന്റ്സിന്റെ പൊട്ടൻഷ്യൽ റിസർവ്സ് ഇന്ത്യയിൽ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് ഫിലിംസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ അറിയണം. ന്യൂസിൽ വരുന്നുള്ളതുകൊണ്ട് ഇത് കപ്പർത്തല വില്ലേജ് ആണ്, കർണൂൽ, ആന്ധ്രാപ്രദേശിലെ കർണൂലിൽ നമ്മൾ ഹിസ്റ്ററിയിലും പഠിക്കാറുള്ള ഒരു സൈറ്റ് ആണ്. കർണൂലിലാണ് ഈ പറയുന്ന പ്രൊട്ടസ്റ്റ് നടക്കുന്നത്, ആന്ധ്രാപ്രദേശില്. പിന്നെ ഇൻ ജനറൽ യുറാനിയം റിസർവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ വേൾഡില് ഏറ്റവും കൂടുതൽ റിസർവ്സ് ഉള്ളത് ഓസ്ട്രേലിയയിലാണ്, ഫോളോഡ് ബൈ കസാഖിസ്ഥാൻ and then Canada. ഇപ്പൊ കസാഖിസ്ഥാൻ which is a Central Asian Republic. ഈ സെൻട്രൽ ഏഷ്യൻ സ്റ്റേറ്റ് ആയ കസാഖിസ്ഥാനുമായിട്ട് ഇന്ത്യ എന്താണ് സെൻട്രൽ ഏഷ്യയുമായിട്ട് നമ്മൾ കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ നോക്കുന്നതിന് ഒരു റീസൺ ഇതുകൂടിയാണ്. ഇപ്പൊ കസാഖിസ്ഥാനിൽ നിന്ന് യുറേനിയം, നമ്മുടെ ന്യൂക്ലിയർ എനർജിക്ക് ആവശ്യമായ യുറേനിയം എന്താണ് പ്രൊക്യൂർ ചെയ്യാനും കൂടിയിട്ടൊക്കെയാണ് നമ്മൾ സെൻട്രൽ ഏഷ്യയായിട്ട് ബന്ധം കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ റിസർവ്സ് ഏറ്റവും കൂടുതലുള്ള കൺട്രീസ് തന്നെ യുറേനിയം പ്രൊഡ്യൂസ് ചെയ്യണം എന്നുമില്ല. സോ ലേറ്റസ്റ്റ് ആയിട്ട് യുറേനിയം പ്രൊഡക്ഷനിൽ ടോപ്പ് നിൽക്കുന്നത് ഓസ്ട്രേലിയ അല്ല, കസാഖിസ്ഥാൻ ആണ്, ഫോളോഡ് ബൈ കാനഡ, വിച്ച് ഇസ് ഫോളോഡ് ബൈ നമീബിയ. ആഫ്രിക്കൻ നേഷനായ നമീബിയ ആണ് തേർഡ് വരുന്നത്. ഓസ്ട്രേലിയ ഇസ് നോട്ട് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ. ഓസ്ട്രേലിയ ഫസ്റ്റ് ടോപ്പ് 3യിലും ഇല്ല. പിന്നെ ഇന്ത്യക്ക് വളരെ ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ റിസർവ്സ് മാത്രമേ യുറേനിയത്തിന്റെ കാര്യത്തിലുള്ളൂ. നമ്മുടെ ന്യൂക്ലിയർ നീഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഇമ്പോർട്ട് ഡിപെൻഡന്റ് ആണ് യുറേനിയത്തിന്റെ കാര്യത്തിൽ. ആൻഡ് വി പ്രൊഡ്യൂസ് ഓൺലി അബൌട്ട് 2% ഓഫ് ദ വേൾഡ്സ് യുറേനിയം. ഈ 3 കൺട്രീസും ശരിക്കും ക്ലോസ് ടു 50% ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലുള്ള റിസർവ്സിൽ ലിമിറ്റഡ് റിസർവ്സേ ഉള്ളൂ. അതിൽ ഏറ്റവും കൂടുതലുള്ളത് ഝാർഖണ്ഡിലാണ്, അറൌണ്ട് 70% ഓഫ് റിസർവ്സ്. കുറച്ച് മൈൻസ് ഒക്കെ ഉള്ളത്, യുറേനിയം മൈൻസ് ഉള്ളത് ഝാർഖണ്ഡിലാണ്. ആ പേര് നമ്മൾ അറിഞ്ഞിരിക്കണം. ജാദുഗുഡ, ഭട്ടിൻ, നർവ പഹാർ, ബഗ്ജാത്ത, തുറംദിഹ്, മുഹുൽദിഹ് എക്സെട്ര. ഇതൊക്കെ ഝാർഖണ്ഡിലെ യുറേനിയം മൈൻസ് ആണ്. ഇപ്പൊ ജാദുഗുഡ മൈൻസ് ഒക്കെ PYQ ചോദിച്ചിട്ടുണ്ട്, ജോഗ്രഫി. പിന്നെ മേഘാലയയിലും കുറച്ച് മൈൻസ് ഉണ്ട്, കൈലങ്, പിണ്ടങ് ഷഹിയോങ്, മൗത്തബ, വഖിം എന്നൊക്കെ പറഞ്ഞിട്ട് മേഘാലയയിലും കുറച്ച് മൈൻസ് ഉണ്ട്. അതുകൂടാണ്ട് ആന്ധ്രാപ്രദേശില് ലംബാപൂർ, പെദഗട്ടു, തുമ്മലപ്പള്ളി എന്നൊക്കെ പറഞ്ഞ് ആന്ധ്രാപ്രദേശിലും യുറേനിയം മൈൻസ് ഉണ്ട്. അപ്പൊ ഈ മൈൻസിന്റെ പേര്, ഈ സ്ഥലങ്ങൾ ചോദിച്ചാൽ ഇത് എവിടെയാണ്, എന്തിന്റെ റിസർവ്സ് ആണ് എന്നുള്ളത് വി ഷുഡ് ബി ഏബിൾ ടു ഐഡന്റിഫൈ. മാപ്പാണ് ഇത്. ഝാർഖണ്ഡിലുള്ള മൈൻസ്, മേഘാലയ, ആന്ധ്രാപ്രദേശിലുള്ളത്. 2023 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2 റീസൺ അസർഷൻ ക്വസ്റ്റ്യൻ ആണ്. India, despite having uranium deposits, depends on coal for most of its electricity production. Statement 2, uranium enriched to the extent of at least 60%, at least 60% is required for the production of electricity. ഇതാണ് ക്വസ്റ്റ്യൻ. സോ യുറേനിയം എൻറിച്ച്മെന്റ് എന്ന് പറയുമ്പോൾ യുറേനിയത്തിന് ഐസോടോപ്സ് ഉണ്ട്. അതിൽ 3 നാച്ചുറലി ഒക്കറിംഗ് ആണ്. ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ സെയിം അറ്റോമിക് നമ്പർ ആയിരിക്കും, പക്ഷെ അറ്റോമിക് മാസ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. യുറേനിയം 238 ഉണ്ട്, യുറേനിയം 235 ഉണ്ട്, യുറേനിയം 234. ഇത് 3 നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ളത്. ഏകദേശം 22 ഐസോടോപ്പുകൾ ഉണ്ട്, പക്ഷെ നാച്ചുറലി ഒക്കറിംഗ് ഇത് 3 നമുക്ക് ന്യൂക്ലിയർ എനർജിക്ക് ഏറ്റവും ആവശ്യമുള്ളത് യുറേനിയം 235ന്റെ ഐസോടോപ്പ് ആണ്. പക്ഷെ അധികവും അബണ്ടന്റ്ലി നമുക്ക് യുറേനിയം 238 ആണുള്ളത്. അപ്പൊ ഈ 235ന്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എൻറിച്ച്മെന്റ് എന്ന് പറയുക. ശരിക്കും ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷന് 3 to 5%, 5% ആണ് മാക്സിമം. 3 to 5% ആണ് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എൻറിച്ച് ചെയ്യേണ്ടത്, യുറേനിയം 238നെ എൻറിച്ച് ചെയ്യേണ്ടത്. അതേസമയം വെപ്പൺസ് ഉണ്ടാക്കാൻ, ന്യൂക്ലിയർ വെപ്പൺസിനാണെങ്കിൽ, വെപ്പൺ ഗ്രേഡ് ഇതിനാണെങ്കിൽ 3 to 5 to 90% വരെ എൻറിച്ച് ചെയ്യാവുന്നതാണ് യുറേനിയം. സോ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ അറ്റ്ലീസ്റ്റ് 60, അതായത് മിനിമം 60 എങ്കിലും വേണം എന്നാണ്. മിനിമം 3 ഒക്കെ മതി, മാക്സിമം 5 മതി ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷന്. സോ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 2 is wrong. സോ സ്റ്റേറ്റ്മെന്റ് 2 is incorrect ആവുമ്പോൾ തന്നെ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആവും. നമ്മുടെ ഏറ്റവും കൂടുതൽ കോൾ തന്നെയാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ. മോസ്റ്റ്ലി കോൾ ബേസ്ഡ് തന്നെയാണ്, കോൾ ഡിപെൻഡന്റ് ആണ് നമ്മൾ ഇപ്പോഴും. യുറേനിയം ഡെപ്പോസിറ്റ്സ് ഉണ്ട്, ബട്ട് ഇറ്റ്സ് വെരി നെഗ്ലിജിബിൾ. നമ്മൾ യുറേനിയത്തിനും ഇമ്പോർട്ട് ഡിപെൻഡന്റ് ആണ്.
പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെയാണ് ഹൗ ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ഡിസ്ക്രിമിനേറ്ററി പ്രാക്ടീസസ് ടുവേർഡ്സ് വുമൺ, സ്ത്രീകളെ എങ്ങനെയാണ് അത് ഇമ്പാക്ട് ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണ് ബിഗ് ടെക് കമ്പനീസ്, വലിയ കമ്പനീസ് ഒക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണ് ഓൺലൈൻ സ്പേസസ് സ്ത്രീകൾക്ക് സേഫ് ആക്കുന്നതിൽ ദേ ആർ നോട്ട് ആക്ച്വലി പ്ലേയിങ് എ വെരി പ്രൊആക്റ്റീവ് റോൾ, അത് പറയുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. അപ്പൊ ഇത് നമുക്ക് ശരിക്കും എത്തിക്സിലോ അല്ലെങ്കിൽ എന്താണ് സൈബർ സെക്യൂരിറ്റി അങ്ങനത്തെ കാര്യങ്ങളിൽ എക്സാമ്പിൾസ് ആയിട്ട് കോട്ട് ചെയ്യാവുന്ന ഒന്ന് രണ്ട് എക്സാമ്പിൾ ഉണ്ട്. ഇപ്പൊ റീസെന്റ് US ഇലക്ഷൻസ് നടക്കുന്ന സമയത്ത് കമല ഹാരിസ്, യുഎസിന്റെ ഇപ്പോഴത്തെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് കമല ഹാരിസിന്റെ ഡീപ് ഫേക്ക് വീഡിയോസ് ഒരുപാട് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാണ്ട് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോണിയുടെയും ഡീപ് ഫേക്ക് വീഡിയോ, അതായത് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്ററിന്റെ പോലും ഡീപ് ഫേക്ക് വീഡിയോസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി ജനറേറ്റ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ അങ്ങനത്തെ എക്സാമ്പിൾസ് നമുക്ക് എഴുതാവുന്നതാണ്. ഇപ്പം ഓൺലൈൻ എന്തൊക്കെയാണ് സ്ത്രീകൾ നേരിടുന്ന ചാലഞ്ചസ് എന്നുള്ള രീതിക്കാണ് അൺസേഫ് ഓൺലൈൻ സ്പേസസിനെ പറ്റിയോ അല്ലെങ്കിൽ സൈബർ എത്തിക്സിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ പറയാവുന്നതാണ്. പിന്നെ ഇതിൽ പറയുന്നുണ്ട്, അതായത് എങ്ങനെയാണ് ശരിക്കും ഈ ഡീപ് ഫേക്സ് ഒബ്വിയസ്ലി സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാർക്കും ഇഷ്യൂ തന്നെയാണ്. പക്ഷെ ദ മാനർ ഇൻ വിച്ച് ദ നേച്ചർ ഓഫ് അറ്റാക്സ് ഡിഫറെന്റ് ആണ്. സ്ത്രീകളെ അധികം എന്താണ് വളരെ ഒബ്ജക്ടിഫൈ ചെയ്തുകൊണ്ടുള്ള സെക്ഷലി എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഡീപ് ഫേക്കുകളാണ് സ്ത്രീകളെ പറ്റി ജനറേറ്റ് ആവുന്നത്. പക്ഷെ അധികവും പുരുഷന്മാരെ കുറിച്ച് ഓൺ ദി അതർ ഹാൻഡ് അവരെന്തൊക്കെ ചെയ്തു ചെയ്തില്ല അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സോ ദർസ് എ ഡിഫറൻസ് ഇൻ ദ നേച്ചർ ഓഫ് അറ്റാക്ക് അഗൈൻസ്റ്റ് വിമൺ എന്നും ഈ ആർട്ടിക്കിൾ പറയുന്നുണ്ട്. സോ ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ പറയുന്നത് AI ബയസിനെ പറ്റിയിട്ടാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് എപ്പോഴും ഒരു ബയസ് ഉണ്ട്. ടെക്നോളജി എന്ന് പറയുന്നത് ജെൻഡർ ന്യൂട്രൽ അല്ല. കാരണം എന്താണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നമ്മൾ ഒബ്വിയസ്ലി ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഫീഡ് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ ബയസസ് ഉണ്ടോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വുഡ് ഒബ്വിയസ്ലി റെപ്ലിക്കേറ്റ് ദാറ്റ്, ഇറ്റ് വുഡ് റീപ്രൊഡ്യൂസ് ദോസ് സ്റ്റീരിയോടൈപ്സ്. അപ്പൊ അങ്ങനെ എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബയസിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ ടെക്നോളജി ജെൻഡർ ന്യൂട്രൽ അല്ലാണ്ടിരിക്കുക. ഇതിനൊരു എക്സാമ്പിൾ ഇടയ്ക്ക് ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആമസോൺ ഹയർ ചെയ്യാനായിട്ട് എംപ്ലോയീസിനെ ഹയർ ചെയ്യാനായിട്ട് AI യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ what they found was AI always hired men for technical posts. ടെക്നിക്കൽ പോസ്റ്റിന് ഒബ്വിയസ്ലി ഈ AI അതിന് ഫീഡ് ചെയ്തിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഡേറ്റ പ്രകാരം AI എപ്പോഴും എന്താണ് മെന്നിനെ ടെക്നിക്കൽ പോസ്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തു. പക്ഷെ കുറച്ചുകൂടി പിങ്ക് കോളർ ജോബ്സ് അതിനൊക്കെ അസോസിയേറ്റ് ചെയ്തിരുന്നത് സ്ത്രീകളെയാണ്. സോ അത് ഒരു ഹിസ്റ്റോറിക്കൽ AI ബയസിന്റെ എക്സാമ്പിൾ ആണ്. സോ എത്തിക്കൽ AI എന്നൊരു കോൺസെപ്റ്റിനെ പറ്റിയും പറയുന്നുണ്ട്. സോ എത്തിക്കൽ AI ഇസ് ദ വേ ഫോർവേഡ് എന്നുള്ള രീതിക്ക് ഈ ആർട്ടിക്കിൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ കോണ്ടെക്സ്റ്റിൽ 2-3 ദിവസമായിട്ട് ന്യൂസിൽ വരുന്നുണ്ട്. ഇപ്പൊ ഡിജിറ്റൽ സ്കാമിന്റെ ഒക്കെ ന്യൂസ് ഉണ്ടായിരുന്നപ്പോ ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ I4C സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ I4C ന്യൂസിൽ വരുന്നുണ്ട്. പ്രിലിംസ് പെർസ്പെക്ടീവിൽ അത് എന്താണെന്ന് അറിയണം. അതല്ല സൈബർ സെക്യൂരിറ്റി GS3 പെർസ്പെക്ടീവിൽ എന്തൊക്കെയാണ് നമ്മുടെ സൈബർ സെക്യൂരിറ്റി ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഈ I4C പറ്റി നമ്മൾ അറിയണം. സോ 2018 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഇസ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, ഒരു സെൻട്രൽ സെക്ടർ സ്കീം. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സുമായിട്ട് അറ്റാച്ച് ചെയ്ത ഒരു സെൻട്രൽ സെക്ടർ സ്കീമായിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. ശരിക്കും സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ, ഒരു നാഷണൽ ലെവൽ കോർഡിനേഷൻ സെന്റർ ആണ് ഇത് ഉദ്ദേശിക്കുന്നത് സൈബർ ക്രൈമുമായിട്ട് റിലേറ്റഡ്. പിന്നെ ഇത് ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസിന്റെ കപ്പാസിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ ഏജൻസി കോഓപ്പറേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുക, സ്റ്റേറ്റ്സ് തമ്മിലുള്ള കോഓപ്പറേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുക, കേപ്പബിലിറ്റീസ് എൻഹാൻസ് ചെയ്യുക, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും സൈബർ ക്രൈമിലുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഒരുമിച്ച് സൈബർ ക്രൈമിനെ അഗേൻസ്റ്റുള്ള ഫൈറ്റിന് വേണ്ടി കൊണ്ടുവരിക, ഒരു കോമൺ സെൻട്രലൈസ് പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യാനാണ് ഈ I4C ഉള്ളത്. I4Cയുടെ കീഴിൽ നമുക്കൊരു സൈബർ ഫ്രോഡ് മിറ്റിഗേഷൻ സെന്റർ ഉണ്ട്, CFMC. സോ ഈ CFMC സൈബർ ഫ്രോഡ് മിറ്റിഗേഷൻ സെന്ററിന് കീഴിൽ പാർട്ട്നേഴ്സ് ആയിട്ട് റെപ്രസെന്റേറ്റീവ്സ് ഓഫ് മേജർ ബാങ്ക്സ്, ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറീസ്, പേയ്മെന്റ് അഗ്രഗേറ്റേഴ്സ്, ഇപ്പൊ റേസർ പേ ഒക്കെ പോലെ നമ്മൾ പലപ്പോഴും എന്താണ് ഓൺലൈൻ പേയ്മെന്റ്സ് നടക്കുമ്പോൾ അതിൽ ഒരു ഇന്റർമീഡിയറി എന്ന് പറഞ്ഞാൽ റേസർ പേയുടെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മൾ റീഡയറക്ട് ആവുന്നത്. അപ്പൊ അതുപോലത്തെ പേയ്മെന്റ് ഇന്റഗ്രേറ്റേഴ്സ്, ടെലികോം സർവീസ് പ്രൊവൈഡേഴ്സ്, എയർടെൽ, ജിയോ ഒക്കെ പോലെ ടെലികോം സർവീസ് പ്രൊവൈഡേഴ്സ്, IT intermediaries, platforms like WhatsApp, Facebook, IT intermediaries, states and UTs, law enforcement agencies, ഇവരെല്ലാരും ഒരുമിച്ച് വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ സൈബർ ഫ്രോഡ് മിറ്റിഗേഷൻ സെന്റർ. പിന്നെ CFMC according to Home Ministry will serve as an example of cooperative federalism in law enforcement. ലോ എൻഫോഴ്സ്മെന്റ്സിൽ സ്റ്റേറ്റ്സും യൂണിയനും ഒക്കെ കോഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു യൂണിയൻ
സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ഇന്റർസ്റ്റേറ്റ് കോർഡിനേഷൻ ഒക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട്, കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഹോം മിനിസ്ട്രി സൈബർ ഫ്രോഡ് മിറ്റിഗേഷൻ സെന്ററിനെ പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു ഇനിഷ്യേറ്റീവ് സമന്വയ പ്ലാറ്റ്ഫോം ആണ്. ജോയിന്റ് സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റേഷൻ സിസ്റ്റം. സൈബർ ക്രൈമിന്റെ ഡേറ്റ സ്റ്റോർ ചെയ്യുക, ഷെയർ ചെയ്യുക, ക്രൈം മാപ്പ് ചെയ്യുക, ഡേറ്റ അനാലിറ്റിക്സ് പ്രൊഡ്യൂസ് ചെയ്യുക, ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു വൺ സ്റ്റോപ്പ് പോർട്ടൽ, ഒരു പോർട്ടലാണ്, ഓൺലൈൻ പോർട്ടലാണ് ഈ സമന്വയ പ്ലാറ്റ്ഫോം. അപ്പൊ പ്രിൻസിപ്പൽ പെർസ്പെക്റ്റീവ് സമന്വയ പ്ലാറ്റ്ഫോം എന്തുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചാൽ സൈബർ ക്രൈമുമായിട്ട് റിലേറ്റഡ് ആണ്. പിന്നെ അത് കൂടാണ്ട് ഒരു സസ്പെക്ട് രജിസ്ട്രി സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. സസ്പെക്ട് രജിസ്ട്രി ഒരു നാഷണൽ സൈബർ ക്രൈം ഡേറ്റാബേസിന്റെ ഭാഗമായിട്ടാണ്, ഒരു നാഷണൽ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിന്റെ ബേസിസിലാണ് ഇത് ഉണ്ടാക്കുന്നത്. സൈബർ ക്രൈമിൽ സസ്പെക്ട്സ് ആയിട്ടുള്ളവരെ എന്താണ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സസ്പെക്ട് രജിസ്ട്രി ഉള്ളത്. അതുകൂടാണ്ട് സൈബർ കമാൻഡോസ് പ്രോഗ്രാം, അതായത് എല്ലാ പോലീസ് ഓർഗനൈസേഷൻസിന്റെയും സ്റ്റേറ്റ്സിലും യൂട്ടീസിലും ഒക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള സൈബർ ക്രൈംസ് ടാക്കിൾ ചെയ്യാൻ ട്രെയിൻഡ് ആയിട്ടുള്ള സൈബർ കമാൻഡോസിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ്. ഇവര് സെൻട്രൽ ഏജൻസീസിനെയും എല്ലാവരെയും അസിസ്റ്റ് ചെയ്യും ടു കീപ് ദ ഡിജിറ്റൽ സ്പേസ് സേഫ് ആൻഡ് ഫ്രീ ഓഫ് ക്രൈം. ഇത് കൂടാണ്ട് ഇപ്പൊ സൈബർ ക്രൈമിന്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് I4C ആണ്. ടെക്നിക്കൽ സൈഡ് ഡീൽ ചെയ്യുന്നത് പക്ഷെ സർട്ടിൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇന്ത്യ. സർട്ടിൻ ആണ് ശരിക്കും ദ നാഷണൽ നോഡൽ ഏജൻസി ഫോർ റെസ്പോണ്ടിങ് ടു കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഇൻസിഡൻസ് ആസ് ആൻഡ് വെൻ ദേ ഒക്കർ. അതായത് സെക്യൂരിറ്റി ബ്രീച്ചസ്, ഇപ്പൊ എയിംസിന്റെ ഡേറ്റാബേസ് ഹാക്ക് ആയാൽ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി ആദ്യം വരാൻ പോകുന്നത്, ആ ടെക്നിക്കൽ സൈഡ് റെസ്പോൺസ് കൊടുക്കുന്നതും അത് ഡീൽ ചെയ്യുന്നതും സർട്ടിൻ ആണ്. സോ ഇറ്റ്സ് എ നാഷണൽ നോഡൽ ഏജൻസി എന്ന് പറയുമ്പോൾ ഈ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി റിലേറ്റഡ് ഇൻസിഡൻസിന്റെ നാഷണൽ നോഡൽ ഏജൻസി ഇസ് സർട്ടിൻ. പിന്നെ സർട്ടിൻ ശ്രദ്ധിക്കേണ്ട കാര്യം മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കീഴിലല്ല, മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ കീഴിലാണ് സർട്ട് വരുന്നത്. സർട്ടിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി, സർട്ടിന്റെ ആ ഒരു ഏരിയ ഡൊമൈൻ എന്ന് പറയുന്നത് ഇന്ത്യൻ സൈബർ കമ്മ്യൂണിറ്റി ആൻഡ് ഇന്ത്യൻ സൈബർ സ്പേസ്. പിന്നെ സർട്ടിന്റെ സർവീസസ് ഗവൺമെന്റിന് മാത്രമല്ല കിട്ടുക, ഗവൺമെന്റ്, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സ് എല്ലാവർക്കും കിട്ടും. അതുകൂടാണ്ട് ഇൻഡിവിജ്വൽസിനും ഹോം യൂസേഴ്സിനും കൂടി സർട്ട് സർവീസസ് അവൈലബിൾ ആക്കാറുണ്ട്. സോ ഗവൺമെന്റിന് മാത്രമല്ല എല്ലാ സെക്ടേഴ്സിനും, ഇൻഡിവിജ്വൽസിനും ഹോംസിനും കൂടി അവൈലബിൾ ആക്കുന്നുണ്ട്. പിന്നെ 2023 RTI റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ പെർവ്യൂവിൽ നിന്ന് സർട്ടിനെ ഗവൺമെന്റ് ഒരു നോട്ടിഫിക്കേഷൻ വഴി ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്റലിജൻസ് ഏജൻസീസിനെയൊക്കെ ഈ RTI ആക്ട് തന്നെയുണ്ട്, ഇന്റലിജൻസ് ഏജൻസീസിനെ ഈ RTIയുടെ പെർവ്യൂവിൽ നിന്ന് ഒഴിവാക്കാൻ ഗവൺമെന്റിന് അധികാരമുണ്ട്. അത് പാർലമെന്റിൽ പ്ലേസ് ചെയ്യണം പിന്നീട്. സോ അത് RTI ആക്ടിന്റെ കീഴിലുള്ള ക്ലോസ് പ്രകാരം സർട്ടിനെ RTIയുടെ പെർവ്യൂവിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അതിന്റെ അമെന്റ്മെന്റ് 2008 അമെന്റ്മെന്റ് പ്രകാരം സർട്ടിന്റെ മാൻഡേറ്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കളക്ഷൻ, അനാലിസിസ് ആൻഡ് ഡിസെമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ ഓൺ സൈബർ ഇൻസിഡൻസ്, ഫോർകാസ്റ്റ് ആൻഡ് അലേർട്സ് ഓഫ് സൈബർ സെക്യൂരിറ്റി ഇൻസിഡൻസ്. So they have to be constantly monitoring cyber security incidents, പുതിയ ഫോംസ് ഓഫ് അറ്റാക്ക്, എവിടെയെങ്കിലും എന്തെങ്കിലും സിസ്റ്റത്തിൽ ബ്രീച്ചസ് ഉണ്ടോ അതൊക്കെ നോക്കണം. എമർജൻസി മെഷേഴ്സ് ഫോർ ഹാൻഡ്ലിംഗ് സൈബർ സെക്യൂരിറ്റി ഇൻസിഡൻസ്, കോർഡിനേഷൻ ഓഫ് സൈബർ ഇൻസിഡന്റ് റെസ്പോൺസ് ആക്ടിവിറ്റീസ്, ഇഷ്യൂ ഗൈഡ് ലൈൻസ്, അഡ്വൈസറീസ്, വൾണറബിലിറ്റി നോട്ട്സ് ആൻഡ് വൈറ്റ് പേപ്പേഴ്സ് റിലേറ്റിംഗ് ടു ഇൻഫർമേഷൻ സെക്യൂരിറ്റി പ്രാക്ടീസസ്. സൈബർ സെക്യൂരിറ്റി പ്രാക്ടീസസിന്റെ പുറത്ത് they have to release guidelines and stuff. പിന്നെ such other functions as relating to cyber security as may be prescribed. So ഒരു ബ്രോഡർ മാൻഡേറ്റ് ആണ് ഇത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്തത് ഈ വരാൻ പോകുന്ന COP29 UNFCCയുടെ SCCCയുടെ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ COP29 അസർബൈജാനിൽ നടക്കാൻ പോവാണ്. അസർബൈജാന്റെ ക്യാപിറ്റലായ ബാക്കുവില് നടക്കാൻ പോവാണ്. അവിടെ ഒരു ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോൾ, ക്ലൈമറ്റ് ഫൈനാൻസിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോൾ സെറ്റപ്പ് ചെയ്യുന്നതിനെ പറ്റി 2 ദിവസം മുന്നേയും ന്യൂസിലുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി പറയുകയാണെന്നുണ്ടെങ്കിൽ, ക്ലൈമറ്റ് ജസ്റ്റിസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് അത് പാരീസ് അഗ്രിമെന്റിലും എൻഷ്രൈൻഡ് ആണ്, റിയോ എർത്ത് സമ്മിറ്റിൽ തന്നെ എൻഷ്രൈൻഡ് ആയ ഒരു കോൺസെപ്റ്റ് ആണ് CBDR, കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്, which means while the responsibility owners of tackling climate change is common to all, it is differentiated. അതായത് പലരും
പല രീതിക്കായിരിക്കണം ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത്. ബിക്കോസ് ഹിസ്റ്റോറിക്കലി എമിഷൻസ് കൂടിയിട്ടുള്ള ഡെവലപ്ഡ് നേഷൻസ് ആണ് അതിന് കൂടുതൽ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത്. സോ ദേ ആർ ബൗണ്ട് ടു ഗിവ് മോർ ഫണ്ടിങ് ടു ടാക്കിൾ ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോ ഈ ഫണ്ടിങ് കൊടുക്കണം എന്നുള്ളത് 2009 COP കോൺഫറൻസ് ഓഫ് പാർട്ടീസ് വിച്ച് ഹാപ്പൻഡ് ഇൻ കോപ്പൻഹേഗൻ ഡെൻമാർക്കിന്റെ ക്യാപിറ്റൽ ആണ്. കോപ്പൻഹേഗനിൽ നടന്ന കോൺഫറൻസ് ഓഫ് പാർട്ടീസിൽ ഡെവലപ്ഡ് കൺട്രീസ് പ്ലെഡ്ജ് ചെയ്തായിരുന്നു ദേ വുഡ് മൊബിലൈസ് 100 ബില്യൺ ആനുവലി. 100 ബില്യൺ അവര് എല്ലാ വർഷവും മൊബിലൈസ് ചെയ്യും ഫ്രം 2020 മുതൽ അവർ മൊബിലൈസ് ചെയ്യും ഈ ക്ലൈമറ്റ് ഫൈനാൻസിങ്ങിനായിട്ട്. 2015 പാരീസ് എഗ്രിമെന്റില് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ 2025 ആവുമ്പോഴത്തേക്കും ഈ 100 ബില്യൺ എന്നുള്ളത് ഗ്രാജുവലി എക്സ്പാൻഡ് ചെയ്യും ആൻഡ് ദർ വുഡ് ബി എ ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോൾ. അതിനെയാണ് ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോൾ എന്ന് പറയുന്നത്. അതായത് പുതിയ ടാർഗറ്റ് വെക്കും. 100 ബില്യൺ എന്നുള്ളത് ബേസ് ആയിട്ട് വെച്ചിട്ട് ഈ ക്ലൈമറ്റ് ഫൈനാൻസിങ് ഇൻക്രീസ് ചെയ്യാനായിട്ട് പുതിയ ടാർഗറ്റ് വെക്കും വിച്ച് ഇസ് ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോൾ which is intended for post 2005 period and is set to be finalized. അതാണ് ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിനെ ക്ലൈമറ്റ് ഫൈനാൻസ് COP എന്നും വിളിക്കുന്നതിന്റെ കാരണം അതുകൊണ്ടാണ്. കാരണം ഈ വരുന്ന COP-യിലായിരിക്കും ഈ ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോൾ സെറ്റ് ചെയ്യുക. കാരണം 2025 വരെ ഈ 100 ബില്യന്റെ എന്താണ് ഒരു ഡ്യൂ ഡേറ്റ് ഉള്ളൂ. ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് OECD 2023 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ 100 ബില്യൺ എന്നുള്ള ടാർഗറ്റ് 2022 ഫോർ ദ ഫസ്റ്റ് ടൈം അച്ചീവ് ചെയ്തിരുന്നു. 100 ബില്യൺ അതായത് ഈ ഡെവലപ്ഡ് നേഷൻസ് 100 ബില്യൺ ആനുവലി ക്ലൈമറ്റ് ഫൈനാൻസിങ്ങിനായിട്ട് റേസ് ചെയ്യുന്നുള്ളത് അച്ചീവ് ചെയ്തു ആദ്യമായിട്ട് 2022 എന്ന് OECD റിപ്പോർട്ട് ചെയ്തു. പക്ഷെ ഡെവലപ്പിംഗ് നേഷൻസ് ഇതിനെ എതിർക്കുകയാണ് ഉണ്ടായത്. അവർ പറഞ്ഞു ഈ അക്കൗണ്ടിംഗ് ഈ ഫൈനാൻസിങ് ശരിക്കും അത്രയൊന്നും എത്തിയിട്ടില്ല. ഇവര് ഡബിൾ കൗണ്ടിങ് ഒക്കെ നടത്തിയിട്ടാണ് ഡെവലപ്പ് നേഷൻസ് ഡബിൾ കൗണ്ടിങ് ഒക്കെ നടത്തിയിട്ടാണ് ഈ ടാർഗറ്റ് റീച്ച് ചെയ്തു എന്നൊക്കെ പറയുന്നത്. ബട്ട് ദാറ്റ്സ് നോട്ട് ട്രൂ എന്നാണ് ഡെവലപ്പിംഗ് നേഷൻസ് റേസ് ചെയ്തിട്ടുള്ളത്. സോ അത് റിലേറ്റഡ് ആയിട്ട് എന്താണ് ഈ ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോൾ? അത് ക്ലൈമറ്റ് ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടേം ആണ്. പിന്നെ താലിബാൻ ഇപ്പൊ പുതിയതായിട്ട് അവരുടെ ഒരു പ്രൊപ്പഗേഷൻ ഓഫ് വെർച്യൂ ആൻഡ് പ്രിവെൻഷൻ ഓഫ് വൈസ് ലോ ഇറക്കിയിട്ടുണ്ട്. അതിന്റെ കീഴിൽ ഒരുപാട് സ്ത്രീകളെ ഒരുപാട് ഒപ്രസ് ചെയ്യുന്ന ഒരുപാട് ഡിറ്റക്റ്റസ് ഉണ്ട് അതിൽ. അതായത് ഇപ്പൊ സ്ത്രീകള് പുറത്തിറങ്ങുമ്പോ എന്താണ് സൗണ്ട് പുറത്തേക്കാൻ പാടില്ല, ബോഡി ഷുഡ് ബി എൻറ്റയർലി കവേർഡ്, എഡ്യൂക്കേഷൻ 6ാം ക്ലാസ് വരെ പാടുള്ളൂ, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇറക്കിയിട്ടുണ്ട്. സോ അതിന്റെ കോണ്ടെക്സ്റ്റിൽ കേസ് ഓഫ് കോഡിഫൈങ് ടോട്ടാലിറ്റേറിയനിസം എന്നുള്ളൊരു ആർട്ടിക്കിൾ ആണ്. അപ്പൊ എന്താണ് ഈ ടോട്ടാലിറ്റേറിയനിസം? ടോട്ടാലിറ്റേറിയനിസം എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇറോഷൻ ഓഫ് ഡെമോക്രാറ്റിക് വാല്യൂസ്. ഇപ്പൊ എത്തിക്സിലൊക്കെ പറയുകയാണെങ്കിൽ ഡെമോക്രാറ്റിക് വാല്യൂസിന്റെ ഇറോഷൻ സംഭവിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കാം? ടോട്ടാലിറ്റേറിയൻ ടെൻഡൻസീസ് കൂടാം ആ ഒരു രീതിക്ക്, അല്ലെങ്കിൽ ഓട്ടോക്രാറ്റിക് ടെൻഡൻസീസ് ടോട്ടാലിറ്റേറിയൻ ടെൻഡൻസീസ് കൂടാന്നുള്ള രീതിക്ക് നമുക്ക് എഴുതാൻ പറ്റും. ടോട്ടാലിറ്റേറിയനിസം എന്ന് പറയുമ്പോൾ ഒരു ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. അതായത് ടോട്ടാലിറ്റേറിയനിസം ടോട്ടൽ കൺട്രോൾ ഓവർ ദ ലൈഫ്സ് ഓഫ് ഇറ്റ് സിറ്റുവേഷൻസ്. അതായത് മൈക്രോ കൺട്രോൾ പോലെ സിറ്റിസൻസിന്റെ ലൈഫിന്റെ ഓരോ ആസ്പെക്റ്റും എന്താണ് സ്റ്റേറ്റിന് സബ്സർവിയന്റ് ആയിട്ട് സ്റ്റേറ്റ് നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയാണ് ടോട്ടാലിറ്റേറിയനിസം എന്ന് പറയാ. അവിടെ ഇൻഡിവിജ്വൽ ഫ്രീഡത്തിനോ പ്രൊട്ടസ്റ്റിനോ ഒന്നും ഒരു സ്ഥാനം ഉണ്ടാവില്ല. ഇപ്പൊ ഇത് ശരിക്കും ഒറിജിൻ പറയുന്നത് മൊസോളിനി, ഇറ്റാലിയൻ ഡിക്റ്റേറ്റർ ആയ മൊസോളിനിയുടെ ടൈമിൽ തൊട്ടിട്ടാണ്. അപ്പൊ പുള്ളി ഈ ടൊട്ടാലിറ്റേറിയോ എന്നുള്ള രീതിക്കാണ് പുള്ളിയുടെ ഫാഷിസ്റ്റ് ഗവൺമെന്റിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം. പിന്നെ അഗൈൻ ഏൺസ്റ്റ് ആൻഡ് യങ് എംപ്ലോയി ആയിരുന്ന അന്ന സെബാസ്റ്റ്യന്റെ ഡെത്ത് ബൈ സൂസൈഡ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്. ഈ കോർപ്പറേറ്റ് ടോക്സിക് വർക്ക് കൾച്ചറിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ടൊരു ലോയോ അല്ലെങ്കിൽ എന്തെങ്കിലും റെഗുലേറ്ററി മെക്കാനിസംസ് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അധികം എന്താണ് ടോക്സിക് കോർപ്പറേറ്റ് വർക്ക് കൾച്ചറിനെ കുറിച്ച് പറയുമ്പോൾ ലോങ് വർക്കിംഗ് ആസ്, ലിജർ അല്ലെങ്കിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പാലിക്കാനുള്ള സമയം ഇല്ലാണ്ടിരിക്കുക. ശരിക്കും കോർപ്പറേറ്റ്സ് അവരുടെ പ്രോഫിറ്റ് നോക്കിയിട്ട് 4 പേരെ ഹയർ ചെയ്യാനുള്ളിടത്ത് 2 പേരെ ആയിരിക്കും ഹയർ ചെയ്യുക. എന്നിട്ട് ഈ 2 പേർക്ക് 3 പേരുടെ സാലറിയും കൊടുക്കും. അപ്പൊ ഒരാളുടെ സാലറി ലാഭമായി. ആൻഡ് അങ്ങനെയാണ് ഇവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ഈ ലോങ് വർക്കിംഗ് ആവേഴ്സും കൂടിയാവും. അപ്പൊ ഈ 4 പേര് എടുക്കാനുള്ള പണി 2 പേര് എടുക്കുമ്പോൾ എന്തായാലും വർക്കിംഗ് ആവേഴ്സും കൂടും ആൻഡ് ഇറ്റ് ക്രിയേറ്റ്സ് എ ലോട്ട് ഓഫ് സ്ട്രെസ്. അത് മെന്റൽ ഹെൽത്തിനെയും ബാധിക്കും. ഈ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ അഡിക്വേറ്റ് ആയിട്ട് എന്താണ് ടാക്കിൾ ചെയ്യാനുള്ള മെക്കാനിസംസും പലപ്പോഴും ഉണ്ടാവാറില്ല. സോ അത് എന്താണ് ഇറ്റ് ലീവ്സ് ദി എംപ്ലോയീസ് ഫീലിംഗ് ഏലിയനേറ്റഡ് ഫ്രം ദ വർക്ക് സ്പേസ്. ഇതൊക്കെ സൊസൈറ്റിയിൽ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് കോട്ട് ചെയ്യാവുന്നതാണ്. എന്തൊക്കെയാണ് എന്താണ് അർബൻ ഇന്ത്യയിൽ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ്. ഇപ്പൊ കോർപ്പറേറ്റ് വർക്ക് കൾച്ചറിന്റെ ടോക്സിസിറ്റി ഒരു ചാലഞ്ച് ആണെന്നുള്ള രീതിക്കൊക്കെ നമുക്ക് കൂട്ട് ചെയ്യാവുന്നതാണ്.
പിന്നെ ഇത് GS3 ഇന്റേണൽ സെക്യൂരിറ്റി പെർസ്പെക്റ്റീവില് നമുക്ക് കോട്ട് ചെയ്യാവുന്നതാണ്. സ്റ്റേറ്റ് സ്പെസിഫിക് സ്കീമാണ്. ഛത്തീസ്ഗഡിന്റെ ഒരു പുതിയ ഇൻഡസ്ട്രിയൽ പോളിസി 2024-29 ഇൻഡസ്ട്രിയൽ പോളിസി. ഇറ്റ് ഇൻട്രൊഡ്യൂസസ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ സറണ്ടേർഡ് നക്സൽസ്, വിമൻ ആൻഡ് തേർഡ് ജെൻഡർ കമ്മ്യൂണിറ്റി. സോ ഈ സറണ്ടേർഡ് നക്സൽസിനെ സറണ്ടർ ആയിട്ടുള്ള നക്സൽസിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള പോളിസീസിന് സ്പെസിഫിക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇത് കൊടുക്കാവുന്നതാണ്. ഛത്തീസ്ഗഡ് ഇൻഡസ്ട്രിയൽ പോളിസി 2024-29 ഇങ്ങനെ സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉണ്ട് എന്നുള്ളത് ഇന്റേണൽ സെക്യൂരിറ്റി പെർസ്പെക്റ്റീവിൽ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എഴുതാവുന്നതാണ്. ഈവൻ തേർഡ് ജെൻഡർ കമ്മ്യൂണിറ്റി, ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പോളിസി എന്നുള്ള രീതിക്കും നമുക്കത് എഴുതാവുന്നതാണ്. പിന്നെ ഡൽഹി പൊല്യൂഷന്റെ കാര്യത്തിൽ സുപ്രീം കോർട്ട് ഇസ് കൺസിഡറിങ് എ പെർപെച്വൽ പെർമനന്റ് ബാൻ കൺസിഡർ ചെയ്യുന്നുണ്ട് ഫയർ ക്രാക്കേഴ്സിന്റെ കാര്യത്തിൽ. സോ ഇത് ഇനി എന്തായാലും അങ്ങനെ എന്തെങ്കിലും മെഷർ വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇമ്പോർട്ടന്റ് ആയിരിക്കും. പക്ഷെ ഇങ്ങനെ ഡെവലപ്മെന്റ് ഉള്ളത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അത്രയേ ഉള്ളൂ ഇന്നത്തെ ന്യൂസ്. താങ്ക് യു.